പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പല വിദ്യാർത്ഥികളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്നു എന്നത്. എത്ര പഠിച്ചിട്ടും മറന്നു പോവുകയാണ്. ചിലപ്പോൾ ചിലവർ പറയും 2 മണിക്കൂർ പഠിച്ചാലും ഓർമ്മ നിൽക്കുന്നില്ല. ഇതിനൊക്കെയുള്ളൊരു പരിഹാരം ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിച്ചാൽ ഈ പ്രശ്നം എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയും. ടോപ്പ് സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന ട്രിക്കാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പേജ് പഠിച്ചതിന് ശേഷം അഥവാ ഒരു ഭാഗം പഠിച്ചതിന് ശേഷം ബുക്ക് ക്ലോസ് ചെയ്ത് എന്താണ് പഠിച്ചതെന്ന് സ്വയം പറയാൻ ശ്രമിക്കുക. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ കാര്യം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ചാപ്റ്റർ മുഴുവൻ പഠിക്കുന്നതിന് പകരം പഠിച്ചതിന് ശേഷം കീവേഡ്സ്, അതുപോലെ ഫോർമുലാസ്, ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്നിവ ചെറിയ നോട്ട്സായിട്ട് എഴുതുക. ഇങ്ങനെ ചെയ്താൽ അത് എക്സാമിന് മുമ്പേ റിവൈസ് ചെയ്യാൻ എളുപ്പമാകും. അതോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കഴിയും. അപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ അടുത്തൊരു കാര്യം ഇതാണ്, സ്പേസ്ഡ് റിവിഷൻ എന്ന് പറയും. ഒരു പ്രാവശ്യം പഠിച്ചാൽ മതിയാവില്ല, പകരം അത് റിവൈസ് ചെയ്യണം. അതിൽ അതേ ദിവസം തന്നെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത ദിവസം റിവൈസ് ചെയ്യുക. വീണ്ടും 3 ദിവസം കഴിഞ്ഞ് ആ പഠിച്ച കാര്യം റിവൈസ് ചെയ്യണം. പിന്നീട് ചെയ്യേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതേ ദിവസം, അടുത്ത ദിവസം, 3 ദിവസം കഴിഞ്ഞ്, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ടേം മെമ്മറി ഇംപ്രൂവ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മുടെ മൊബൈൽ ഫോണാണ്. ആ ഫോൺ മാറ്റി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ലാതാകും. അപ്പോൾ അതേപോലെ സ്റ്റഡി ടൈമിൽ നമുക്ക് ഫോൺ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒന്ന്, സൈലൻറ്റ് മോഡിൽ ആക്കി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമ്മളെ പഠിക്കുന്ന ആ ഭാഗത്ത് തന്നെ അത് കൊണ്ടുവരാതെ മറ്റൊരു റൂമിൽ വെക്കുക. അതല്ലെങ്കിൽ ഫോക്കസ് മോഡിൽ വെക്കുക എന്നുള്ളതാണ് ഫോൺ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഫോണിലേക്കുള്ള ശ്രദ്ധ മാറും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളധികം ശ്രദ്ധിക്കാത്തതാണ്, പ്രോപ്പർ സ്ലീപ്പ് എടുക്കുക എന്നുള്ളതാണ്. ശരിയായി ഉറങ്ങാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ചിലർ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കും, കുറേ സമയം. അങ്ങനെ ചെയ്യുന്നതിലൂടെ മെമ്മറി കുറയാനാണ് സാധിക്കുക, അഥവാ മെമ്മറി കുറയാൻ ഇടയാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കുക. ഒരു 6 മുതൽ 8 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. 6 മുതൽ 8 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ബ്രെയിനിന് ഒരു വിശ്രമം കിട്ടും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ ഓർമ്മശക്തി കുറയാതിരിക്കാനും ഇട നൽകും. ഇനി 25 മിനിറ്റ്സ് ഫോക്കസ് മെത്തേഡ് എന്ന് പറയും. 25 മിനിറ്റ്സ് ഫോക്കസ് മെത്തേഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് മുഴുവൻ കോൺസെൻട്രേഷനിൽ പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇത് പോമോഡോറോ ടെക്നിക്ക് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മശക്തി കൂട്ടാൻ ഇട നൽകുന്ന ഒന്നാണ്. പിന്നെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് പലരും ചിലപ്പോൾ ചെയ്യുന്ന കാണാം, പഠിച്ചത് മറ്റുള്ളവർക്ക് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത്. അത് സുഹൃത്തിനായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ സുഹൃത്തൊന്നും കിട്ടുന്നില്ലെങ്കിൽ വീട്ടിലായിരിക്കുമല്ലോ ചിലപ്പോൾ ഉണ്ടാവും, ആരും ഇല്ലെങ്കിലും സ്വയം പറഞ്ഞു നോക്കുക, കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ വീട്ടുകാരോട്, അച്ഛനോടോ അമ്മയോടോ, അവർ ചിലപ്പോൾ
അവരോട് പറയും ഒരു 10 മിനിറ്റ് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായി നിങ്ങൾക്കത് മനസ്സിലായി എന്നും അത് പിന്നെ മറക്കാൻ ഒരു വിധത്തിലും സാധിക്കുകയില്ല എന്നും നമുക്ക് വ്യക്തമാകും. അപ്പം അങ്ങനെ പറയുന്നതിലൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിൽ ആ പോയിൻറ്റ്സൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഇതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ ഒരു പതിവ് എന്ന് പറയുന്ന ജങ്ക് ഫുഡൊക്കെയാണ് കൂടുതൽ താല്പര്യം എല്ലാവർക്കും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക. ഈ ജങ്ക് ഫുഡ് കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കത്തിൻ്റെ ഫീലാണ് ഉണ്ടാക്കുക. പഠിക്കുന്നതിനിടയിൽ ഉറക്കം വരുന്നൊരവസ്ഥ വരും. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് ജങ്ക് ഫുഡ് ഒഴിവാക്കുക, നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, അതുപോലെ വെള്ളം കുടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിന് നല്ല ആക്റ്റീവാകും. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാവുകയും അത് ഓർമ്മയിൽ വെക്കാൻ ഇട നൽകുകയും ചെയ്യും. പിന്നെയുള്ള ഈസി മെമ്മറി ട്രിക്ക് എന്ന് പറയുന്ന പണ്ട് മുതലേ പറഞ്ഞു വരുന്ന കാര്യമുണ്ടല്ലോ, റീഡ്, റീകോൾ, റിവൈസ്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഫോളോ ചെയ്യുക എന്നാണ്. റീഡ്, റീകോൾ, റിവൈസ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മറക്കുക എന്നുള്ള പ്രശ്നം മാറിക്കിട്ടും. പഠിച്ച കാര്യങ്ങൾ ഈ രീതിയിലൂടെ ഇത്തരം മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറിക്കിട്ടും. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് റിസൾട്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.